ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ മത്സരാർത്ഥികളെ എല്ലാം നമുക്ക് കാണിച്ചു തന്നു. അതാരൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? അപ്പൊ ഫസ്റ്റ് നമ്മുടെ ലാലേട്ടൻ വിളിച്ചത് മൈജി ഫ്യൂച്ചർ ബിഗ് എൻട്രി കോണ്ടസ്റ്റൻസ് അനീഷ് തറയിൽ. ഇദ്ദേഹത്തെയാണ് നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് വേദിയിലോട്ട് കൊണ്ടുവന്നത്. പിന്നീട് വന്നത് നമ്മുടെ അനുമോൾ. അനുമോളെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഫ്ലവേഴ്സ് കോമഡി ഷോയിലും പിന്നെ അതുപോലെ അത്യാവശ്യം മൂവീസിലും എന്താ പറയുക സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അനുമോൾ. അങ്ങനെ രണ്ടാമത് വന്നിട്ടുള്ളത് അനുമോളാണ്. മൂന്നാമത് നമ്മുടെ ലാലേട്ടൻ വിളിച്ചു വരുത്തത് ആര്യൻ. ആര്യൻ കത്തൂരിയ. ആര്യൻ കത്തൂരിയ ഒരു മോഡലാണ്, ആക്ടറാണ്. എറണാകുളത്താണ് ആളെ സ്ഥലം. ആള് വടക്കൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ ആര്യൻ. പിന്നെ ഒരു പുതിയ പടങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ പടത്തിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വീണ്ടും വഴിയെ അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ നാലാമത് നമ്മുടെ മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാഭവൻ സരിക. കലാഭവൻ സരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ആൾക്കാർക്ക് മനസ്സിലാവും. ഒരുപാട് കോമഡി കാര്യങ്ങളും പാട്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന നമ്മുടെ ഒരു ചേച്ചിയാണ് കലാഭവൻ സരിക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അഞ്ചാമത് വരുന്നത് നമ്മുടെ അക്ബർ ഖാൻ. അക്ബർ ഖാൻ ഒരു ഗായകനാണ്. ആള് തന്നെ കമ്പോസ് ചെയ്തിട്ട് അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അക്ബർ ഖാൻ. ആള് വരുന്നത് നമ്മുടെ ചൂണ്ടയില് തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ അക്ബർ ഖാൻ വരുന്നത്. പിന്നെ വരുന്നത് ആർ ജെ ബിൻസി. ആർ ജെ ബിൻസി ഒരു റേഡിയോ ജോക്കിയാണ്, പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് കേട്ടോ നമ്മുടെ ആർ ജെ ബിൻസി. പിന്നെ ഏഴാമതായിട്ട് വിളിച്ചത് അദ്ദേഹത്തിന്റെ പേര് തന്നെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് ഒനിയൽ സാബു. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ പേര് വായിച്ചത് ഒനിയൻ എന്നായിരുന്നു. ഒനിയൻ സാബു എന്ത് പേരാണോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഒനിയൻ അല്ല, ഒനിയൽ സാബു. ആള് ഒരു അഡ്വക്കറ്റ് ആണ്. പിന്നെ കുറച്ച് സോഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഒനിയൽ സാബു. ആളുടെ സ്ഥലം പറയുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ആള് ഫോർട്ട് കൊച്ചിയിലാണ്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ എട്ടാമത് വന്നത് ബിന്നി നോബിൻ. ബിന്നി നോബിൻ ഒരു സീരിയൽ താരമാണ് കേട്ടോ. ബിന്നി നോബിൻ ഒരു സീരിയൽ താരമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ബിന്നി നോബിൻ എന്ന് പറയുന്നത്. പിന്നെ ഒമ്പതാമതായിട്ട് നമ്മുടെ ലാലേട്ടൻ വിളിച്ചത് അഭിലാഷ്. അഭിലാഷ് ഒരു ടെലിവിഷൻ താരമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻഫ്ലുവൻസറും കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമില്ലാത്തൊരു വ്യക്തിത്വം കൂടിയൊക്കെ തന്നെയാണ് നമ്മുടെ അഭിലാഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. അദ്ദേഹമാണ് ഒമ്പതാമത് വന്നത്. പത്താമത് വന്നത് റന ഫാത്തിമ. റന ഫാത്തിമ എനിക്ക് തോന്നുന്നു ഒരുവിധം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു പെങ്കുച്ചാണ് റന ഫാത്തിമ. ആൾക്ക് എനിക്ക് തോന്നുന്നു 19 വയസ്സായിട്ടുള്ളൂ കേട്ടോ. 19 വയസ്സായിട്ടുള്ളൂ നമ്മുടെ റന ഫാത്തിമക്ക്. ആളൊരു സോഷ്യൽ മീഡിയ താരം കൂടിയാണ് നമ്മുടെ റന ഫാത്തിമ. റന ഫാത്തിമ ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സോഷ്യൽ മീഡിയ താരം കൂടി തന്നെയാണ് നമ്മുടെ റന ഫാത്തിമ കേട്ടോ. പിന്നെ 11ാമതായിട്ട് വന്നിട്ടുള്ളത് നമുക്കൊക്കെ ഒരുവിധം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് മുൻഷി രഞ്ജിത്ത്. മുൻഷി രഞ്ജിത്തിനെ പെട്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ മുൻഷി എന്ന് പറയുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയുടെ പോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വാർത്തകളുടെ ഒക്കെ പറയുന്ന ഒരു പോലത്തെ സംഭവം. വാർത്തകളുടെ ഒക്കെ മുന്നേ ഒരു സംഭവം വന്നിരുന്നു മുൻഷി എന്ന് പറഞ്ഞിട്ട്. അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മുൻഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുൻഷി രഞ്ജിത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ 12ാമത് വന്നിട്ടുള്ളത് ഒരു മോഡലാണ്. അതുപോലെ ഹിന്ദി ബിഗ് ബോസിലും ആള് ഉണ്ടായിരുന്നു. അവിടുന്നും ഈ പറയുന്ന ഒരുവിധം സമയം വരെ ഈ പറയുന്ന വ്യക്തി അതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ പേര് ജിസേൽ തക്കാർ. ഇദ്ദേഹം ഒരു മോഡലാണ് കേട്ടോ. സോറി, ഇവരൊരു മോഡൽ കൂടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. എന്താണ് ഇനി ഇവിടെ നമ്മുടെ മലയാളത്തിൽ വന്നിട്ട് ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റണം. കാരണം മലയാളം കുറച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് മലയാളം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ മലയാളം എങ്ങനെയാണ് ഇനി നമ്മൾ കണ്ട് തീർക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ അറിയാൻ പറ്റും. പിന്നെ 13ാമത് നമ്മുടെ ഷാരിക ഒരുവിധം എന്താ പറയാ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ആളാണ്. ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മുടെ ഇപ്പൊ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാസിയുടേത്, അതുപോലെ റേണുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഒക്കെ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ് നമ്മുടെ ഷാരിക. പിന്നെ 14ാമത് വന്നിട്ടുള്ളത് നമ്മുടെ ഷാനവാസ്കയാണ്. ഷാനവാസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുങ്കുമപ്പൂവ് എന്ന് പറയുന്ന ഒരു സീരിയല് രുദ്രൻ
രുദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാനവാസ്. അദ്ദേഹം ഒരു സീരിയൽ താരമാണ്. ഞാൻ പറഞ്ഞല്ലോ, കുങ്കുമപ്പൂവ് എന്ന് പറയുന്ന ഒരു സീരിയൽ, അതുപോലുള്ള കുറച്ച് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ ഷാനവാസ്. പിന്നെ 15ാമത് വന്നിട്ടുള്ളത് നവീൻ ജോർജ്. നവീൻ ജോർജ് ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആണ്. പിന്നെ അതുപോലെ തന്നെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നവീൻ ജോർജ്. നവീൻ ജോർജ് എറണാകുളത്താണ് കേട്ടോ. നവീൻ ജോർജിന്റെ സ്ഥലം വരുന്നത് എറണാകുളത്താണ്. പിന്നെ 16ാമതായിട്ട് വരുന്നതാണ് നമ്മുടെ ബിഗ് ബോസിന്റെ തന്നെ ഒരു ഫസ്റ്റ് ടൈം. ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കപ്പിൾസ് വരുന്നത്. അത് വരുന്നത് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അവരുടെ പേര് ആദില നൂറ. ആദില നൂറ അവരാണ് ഈ ലെസ്ബിയൻ കപ്പിൾസ്. അവരെ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഒരു വേറെ സീസണിലൊന്നും ഇതുപോലുള്ള ഒരു ആൾക്കാർ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ബിഗ് ബോസ് 7 നമ്മുടെ ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് വന്നിട്ടുള്ളത്. അപ്പൊ അവരെ നമ്മളെല്ലാവരും വെൽക്കം ചെയ്യണം. അങ്ങനെ ഒരു വ്യക്തിത്വത്തെയും നമ്മളെല്ലാവരും സ്വീകരിക്കാനും അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാനും കൂടി അവര് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലോട്ട് വന്നതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എന്താ പറയാ ഈ ഒരു പ്രോഗ്രാമിലോട്ട് നമ്മൾ ക്ഷണിച്ച് എല്ലാവരും സെറ്റാക്കി എടുക്കണം. അങ്ങനെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ശൈത്യ സന്തോഷാണ് കേട്ടോ. ശൈത്യ സന്തോഷ് ഒരു അഡ്വക്കേറ്റും ആണ്. അതുപോലെ തന്നെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ നമ്മുടെ ശൈത്യ സന്തോഷ് എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ്. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ താരങ്ങള്. അത് ഒന്ന് നമ്മുടെ രേണുസുതിയാണ്. രേണുസുതിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. രേണുസുതി എന്താണെന്ന് നമുക്ക് ഒരുവിധം ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞൊഴുകി തുളുമ്പി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ രേണുസുതി. രേണുസുതി വന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിലോട്ട് കയറിയിട്ട് നമ്മുടെ സുധി ചേട്ടനെയൊക്കെ വണങ്ങിയിട്ടാണ് നമ്മുടെ രേണുസുതി ബിഗ് ബോസിലോട്ട് കയറിയിട്ടുള്ളത്. ഇനി എന്താണ് നമ്മുടെ രേണുസുതി ഇനി ഇവിടെ ബിഗ് ബോസിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാൻ പറ്റും. 18ാമതായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ രേണുസുതിയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് വന്നത് ആരാന്നറിയാമോ? നമ്മുടെ അപ്പാനി ശരത്. അപ്പാനി ശരത്തിനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അങ്കമാലി ഡയറീസിലെ ഗുണ്ട് പൊട്ടിക്കുന്ന നമ്മുടെ വ്യക്തി അപ്പാനി ശരത്താണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കണ്ടസ്റ്റന്റ്. അദ്ദേഹം ഒരു സിനിമാ താരമാണ്. പിന്നെ അതിലുപരി സിനിമാ താരമാണ്. അതിൽ കൂടുതൽ പേരെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ അപ്പാനി ശരത്. അങ്ങനെ ഈ 19 ആൾക്കാരെയും നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് മാമൻ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരു പണിയും കൊടുത്തിട്ടാണ് എല്ലാവരെയും അകത്തോട്ട് കയറ്റി വിട്ടിട്ടുള്ളത്. അതെന്താണെന്നല്ലേ, ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതിന് മുന്നേ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്കില് നമ്മുടെ റെനീഷ ആയിരുന്നു കേട്ടോ അവതാരിക. ആ ടാസ്കില് അങ്ങനെ ഇവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടിട്ട് അവരുടെ ആ ഒരു ഫ്ലാഗ് എടുത്തിട്ട് ഒരു സംഭവം അതില് ജയിച്ചവർക്ക് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. തോറ്റവർക്ക് ഒരു തേങ്ങയും കിട്ടില്ല എന്നുള്ളതായിരുന്നു ടാസ്ക്. അങ്ങനെ ആ ഒരു ടാസ്കിൽ ജയിച്ചത് ബിന്നി നോബിന്, അതേപോലെ ഷാനവാസ്, പിന്നെ നമ്മുടെ ആര്യൻ, ഇങ്ങനെ 3 പേരാണ് ജയിച്ചത്. അവർ 3 പേർക്കും നമ്മുടെ ബിഗ് ബോസ് മാമൻ ഇത് കൊടുത്തു, ഡ്രസ്സൊക്കെ കൊടുത്തു. അവിടെ ഒരു ടാസ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാഡ്ജ് ആരാണോ എന്താ പറയാ കൈകാര്യം ചെയ്യുന്നത്, ഇപ്പൊ എൻ്റെ ഉള്ള ബാഡ്ജ് വേറൊരാൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ആൾക്ക് അവരുടെ ഡ്രസ്സുകളെല്ലാം നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുമെന്നുള്ള ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് വളരെ നല്ല രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു, ഇനിയിപ്പോ കുറച്ചു നേരത്തേക്ക് ആ ടാസ്ക് ഒന്നും ഞാൻ തരുന്നില്ല, എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ബിഗ് ബോസ് നമ്മുടെ മത്സരാർത്ഥികളോടെല്ലാം മാറ്റി നിർത്തിയത്. അങ്ങനെയാണ് ടാസ്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കി ആ ടാസ്കുമായിട്ട് എങ്ങനെയാണ് ഈ 19 പേരും മുന്നോട്ട് പോകുന്നത് എന്നുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബിഗ് ബോസ് സീസൺ 7 ഓക്കെ, start. Bye.